സിനിമയുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ച് കളഞ്ഞു. വലിയൊരു മഴയും കാറ്റും മഴയും. ഞങ്ങളെല്ലാരും കുറെ മരങ്ങളൊക്കെ ഇടിഞ്ഞു വീണു. ഞങ്ങളൊരു റൂമിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവിടെ ഇടിമിന്നൽ അടിച്ച് അവിടുത്തെ ട്യൂബിലൊക്കെ ഇതായി. ഞങ്ങളപ്പോ പേടിച്ച് അപ്പൊ വലിയ ധൈര്യമായിട്ട് നിന്നവരൊക്കെ അകത്ത് കയറി പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും അകത്ത് കയറിയോ? അഖില ചേച്ചി ചോദിക്കാവുന്നില്ല, ഒരു ഇടിവെട്ടി. ലാസ്റ്റ് ഡേ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ആക്കി മൊത്തം. ഇപ്പൊ മഴ വന്ന സമയത്തായിരുന്നു എല്ലാവരും ലാന്നൊക്കെ ഒന്ന് ചാടി പുറത്തിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും മറ്റേ ഒന്നിന്റെ ബാക്കിൽ ഒരാളെ മുമ്പിൽ വെച്ചിട്ട് ബാക്കിൽ ഒരു തവണ അമിതേട്ടനെ ഹെയർ കട്ട് ചെയ്യുന്ന ഒരാൾ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ റീല് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മണിച്ചിത്രത്താഴിന്റെ മറ്റേ ബീജം വന്നു, ടിങ് 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 ടിങ്, ആ സാധനം വന്നു. അപ്പൊ പുള്ളി എന്നെ ഒന്ന് നോക്കി, ഞാൻ ഇത് രണ്ടു പ്രാവശ്യം ഇങ്ങനെ നോക്കി, അപ്പൊ ഈ കണ്ടില്ല. വെട്ടൊക്കെ നിർത്തി പുള്ളി. ഞാൻ പിന്നെ ഇത് മൈൻഡ് ചെയ്യാണ്, ഞാൻ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ പിന്നെ പുള്ളി വെട്ട് നിർത്തിയിട്ട് ഒരു സ്റ്റോറി പറഞ്ഞു. അവിടുത്തെ കഥ എന്താന്ന് അറിയോ എന്ന് ചോദിച്ചിട്ട് ഈ വീടിനും ഈ മ്യൂസിക്കിനും ഭയങ്കര കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ എന്തോ ഒരു സ്റ്റോറി, എന്താ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും നമുക്ക് അറിയില്ല. അതായത് ആ നാട്ടിലുള്ള ഒരാൾ തന്നെയാണ് അതിനെ പറ്റി പറയുന്നത്. പിന്നെ അഖില പാട്ട് വെച്ചിട്ടേ ഇല്ല. പിന്നെ അഖിലൊക്കെ ഒരു പ്രത്യേകം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹോട്ടലിൽ താമസിക്കാൻ. അഖില അവിടെ താമസിക്കാറില്ല. ഷൂട്ട് കഴിയുമ്പോഴേക്കും വീട്ടിൽ പോവും, ധൈര്യം കൂട്ടിട്ട്. ഇവളപ്പുറത്തുള്ള ധൈര്യത്തിൽ ഞാനും ഇരിക്കണത്. ഈ ബ്ലഡി ഫുൾ പൊയ്ക്കളയും. രാത്രി 2 മണിക്ക് ഷൂട്ട് കഴിയുന്ന 2 മണിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അപ്പൊ തന്നെ ഊബർ വിളിക്കും, നേരെ ഫ്ലാറ്റിൽ പോകും, എന്നിട്ട് രാവിലെ വരും. 7-6 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും വരും. അങ്ങനെയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. ഞാൻ ലക്കിൽ വിശ്വസിക്കാനുള്ള സത്യം പറഞ്ഞു ഇല്ല. ലക്ക് എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമ പ്രത്യേകിച്ച് സിനിമ ഒരിക്കലും ഒരാളുടെ പരിപാടിയല്ല. ഒരു ഡയറക്ടറിന്റെ മാത്രമോ ക്യാമറാമാൻ്റെ മാത്രമോ ആക്ടറിന്റെ മാത്രമോ പരിപാടിയല്ല. ഇന്ന് തന്നെ ഞങ്ങൾ അവിടെ അഭിനയിച്ച സമയത്ത് ഞങ്ങൾ അതിൻ്റെ അകത്ത് കുറേ വിഷ്വൽസും ഡബ് ചെയ്തപ്പോഴും കണ്ടിട്ടുണ്ട്. ആ ഡബ് ചെയ്ത വെല്ലോണെന്ന് അവിടെ കണ്ടേ. കാര്യം ആ കണ്ടതിൽ നിന്നും ഒരു സിനിമേനെ ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ എത്ര പേര് വർക്ക് ചെയ്യണമെന്ന് അറിയൂ. മ്യൂസിക്, ആർട്ട്, ഇതിപ്പോൾ ഈ വെച്ചേക്കുന്നതിൻ്റെ അകത്ത് വരെ എത്ര പേരുടെ ആദ്യമാണ് ഈ ഒരു കുഞ്ഞു സാധനം എന്നറിയും. സോ അപ്പോൾ ആരുടെയൊക്കെ ലക്ക് കൂട്ടണം നമ്മൾ ആരുടെയൊക്കെ ലക്ക് കൂട്ടണം. ഒരു കൂട്ടമായിട്ട് ലക്ക് ചേർന്ന് എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ട് പറയാൻ പറ്റില്ല. അതിൽ അൺലക്കി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ലക്കി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ടീം ഓഫ് എഫേർട്ടിൽ നല്ല പോലെ സിങ്കർനൈസ്ഡ് പാട്ട് കേൾക്കണ പോലെ, അല്ലെങ്കിൽ നല്ലൊരു കറി ചിലപ്പോൾ ഇന്ന് വെക്കണ നല്ല കറി ചെയ്യുന്ന ആൾ നാളെ വെക്കുമ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അതെന്താ മിസ്സായി പോയി, അയാൾ തന്നെയല്ലേ വെച്ചത്. പക്ഷെ ദാറ്റ് ഈസ് സംതിങ് കൊണ്ട് എല്ലാം കൂടി ഒന്ന് ചേരണം. ഒരു മ്യൂസിക് എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അടി അടിക്കുന്നതാണ് ഒരു നല്ല ഹിറ്റ്. C5-ന്റെ ഒറിജിനൽ വെബ് സീരീസ് ആയിട്ടുള്ള മുത്തശ്ശിയുടെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സീരീസിൽ അഭിനയിച്ച 4 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സാജി, നമസ്കാരം. താങ്ക് യു. ഞാൻ മലയാളത്തിൽ എന്താ ഒരു ഹൊറർ വെബ് സീരീസ് വരാത്തേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞാൻ മറ്റ് ലാംഗ്വേജിലെ വെബ് സീരീസ് കാണുമ്പോൾ ഹൊറർ കണ്ടിരുന്നു പോകും. അപ്പം മലയാളത്തിൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ അത് വിന്നായി. അടിപൊളിയായിരുന്നു. എനിക്ക് പ്രിവ്യൂ കാണാൻ പറ്റില്ല, അത് തന്നെ സോറി. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഈ മുത്തശ്ശിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോഴേ ഞാൻ കാത്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയി. ഈ ശരിക്കില്ലേ, ഇപ്പം എന്തായാലും വെബ് സീരീസ് ചെയ്യാ, സിനിമ പോലെ തന്നെ മലയാളത്തിൽ വെബ് സീരീസ് ചെയ്യാ എന്നതും ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സിനിമ ചെയ്യുന്നില്ലേ ചോദിക്കുന്ന പോലെ വെബ് സീരീസ് ചെയ്യുന്നില്ലേ എന്നും കൂടി നിങ്ങൾ കേട്ടു തുടങ്ങിയോ? കാരണം ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വെബ് സീരീസിന്റെ ഭാഗമാവാ എന്നും കൂടി ഉണ്ടോ ശരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ കിട്ടിയത് തന്നെ ഭാഗ്യം. എന്നെ ഭാഗ്യം. പിന്നെ വെബ് സീരീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മേക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണേലും മറ്റേത് എത്ര സമയമെടുത്ത് പറയേണ്ട കഥയാണേലും 2 മണിക്കൂറിലൊക്കെ തീർക്കണ സിനിമയാകുമ്പോൾ, ഇതാകുമ്പോൾ എപ്പിസോഡ് വൈസ് നമുക്ക് ആ ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഫാമിലി മാൻ ആണെങ്കിലും അതൊരു സിനിമയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും നമ്മൾ എൻജോയ് ചെയ്യില്ല. ഇത്രയും ലെങ്തി സാധനം നമ്മൾ ആ ഓരോ ക്യാരക്ടറിന്റെ റൂട്ട്സിലോട്ട് പോവാം, ഓരോ ക്യാരക്ടറിനോട് നമ്മൾ കൂടുതൽ അടുക്കും. അതെല്ലാം ചെയ്ത് അവസാനത്തെ കഥ പറയാൻ മേക്കർക്ക് കിട്ടുന്ന സമയം അടിപൊളിയാണ്. ഓഫ് കോഴ്സ് ബഡ്ജറ്റ് കൂടും. പിന്നെ അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് വലിയ മീൻസ് പോലത്തെ ഒരു കോർപ്പറേറ്റ് കമ്പനീസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ വെബ് സീരീസിൽ അഭിനയിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കൂടുതൽ നേരെ അഭിനയിക്കാനുള്ള ചാൻസ് ഉണ്ട്. മറ്റേത് ദാ വന്നു ദേ പോയി ചിലപ്പോൾ ഒന്ന് തുമ്മനെ നമ്മുടെ ക്യാരക്ടർ കഴിയുന്നത് അങ്ങനെയല്ല.
ചാൻസ് ഫോർ എ മേക്കർ ഫോർ എൻ ആക്ടർ എൻജോയ് ചെയ്യാൻ കുറച്ചും കൂടി അടിപൊളിയാണ് വെബ് സീരീസ്. എൻ്റെ ആദ്യത്തെയാണ്, എനിക്ക് ആദ്യമായിട്ട് ചെയ്തപ്പോൾ തോന്നിയൊരു കാര്യം, അടിപൊളിയാണ് വെബ് സീരീസ് ആക്ച്വലി. എങ്ങനെ ഇതിലേക്ക് കോൾസ് വരുന്നത് നിങ്ങൾക്ക് 4 പേർക്കും? കാരണം ഇതുപോലത്തെ ഒരു കഥ, അത് വെബ് സീരീസ് ആണെങ്കിൽ കൂടെ നമുക്ക് സിനിമ വെബ് സീരീസ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ലല്ലോ, അങ്ങനെ ഒരു വ്യത്യാസം പൊതുവേ പറയാറില്ല. നമ്മൾ പോവാ ക്യാരക്ടർ ചെയ്യാ, പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ പാർട്ട് 1 പാർട്ട് 2 നമുക്ക് എപ്പിസോഡിന്റെ സീസൺ 1 സീസൺ 2 പോലെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ ഇതിലേക്ക് ഇന്നാവണേ 4 പേരും? ഞാൻ ഇതിന്റെ ലാസ്റ്റ് മൊമെന്റിലാണ് ഉണ്ടാവുന്നത്. ലൈക്ക് ഒരു ഷൂട്ട് തുടങ്ങണതിന്റെ ഒരു 1 വീക്ക് മുന്നെയാണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നന്ദു വിളിച്ച് കഥ പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് അയച്ചെന്ന്. അതിന്റെ കൂട്ടത്തിൽ നന്ദു ചെയ്തൊരു ഷോർട്ട് ഫിലിമിന്റെ ലിങ്ക് കൂടെ അയച്ചെന്നു, കോലം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം. അപ്പോൾ നന്ദു പറഞ്ഞു ഇത് ഞാൻ ചെയ്തതാണ്, അപ്പോൾ ഇത് കണ്ടു നോക്കൂ, എന്നിട്ട് സ്ക്രിപ്റ്റിനും കൂടെ വായിക്കുന്നു പറഞ്ഞു. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അടിപൊളി ക്യൂ സ്റ്റുഡിയോയിലുണ്ട്, എന്തോ 1 മില്യൺ വ്യൂസ് എന്തോ ഉണ്ട് അത് ഷോർട്ട് ഫിലിമിന്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ ഇത് നമുക്ക് കണ്ടും കൂട്ടി ഓക്കെ പറയാമെന്നുള്ളൊരു ഇത് വരും. അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഇതിലൊരുപാട് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ലീല എന്നാണ്. ലീല എല്ലാ ക്യാരക്ടറും, ഇപ്പം മുത്തശ്ശി ആയിക്കോട്ടെ, ഒർഹാൻ്റെ ആയിക്കോട്ടെ, അമിതേൻ്റെ ആയിക്കോട്ടെ, എല്ലാവർക്കും എന്താ പറയുക, അങ്ങ് എല്ലാ ഇമോഷൻസും ചെയ്തങ്ങ് എന്താ പറയാ പൂണ്ട് വിളയാടാന്നൊക്കെ പറയാ, അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട് ഇതില്. അത്രയും ചെയ്യാനും ഉണ്ട്. നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ ഡിസ്കവർ ചെയ്യാന്നൊക്കെ പറയില്ലേ, അതിലുള്ള ഒരു സ്പേസ് നന്നായിട്ടുണ്ട്. ഇതിൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഓഫ് കോഴ്സ് നമുക്ക് ഉറപ്പാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പ്രത്യേകിച്ച് എല്ലാ ഒരു ക്യാരക്ടർ കിട്ടി ചെയ്തു. നമ്മൾ ഓരോരോ സിനിമ ചെയ്യുന്നു, നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കൂടെ അഭിനയിക്കുന്ന സമയത്ത്? അടിപൊളിയായിരുന്നു. കാര്യം ഇപ്പം എനിക്ക് ഈ സീരീസിൽ അഭിനയിച്ചപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യം, അഖിലയുടെ ഒപ്പം ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ, പിന്നെ ഏറ്റവും കൂടുതൽ മുത്തശ്ശിയുടെ ഒപ്പം, പിന്നെ അവൻ്റെ ഒപ്പം. അപ്പോൾ നമ്മൾ അഭിനയിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഭയങ്കര നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യൂലേ. അതായത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് അവരുടെ കണ്ണിലോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ ആക്ട് ചെയ്യണത് നമുക്ക് മനസ്സിലാവും, അവർ ആക്ട് ചെയ്യണത് ഫീൽ ചെയ്യും. ചില ആൾക്കാർ നാച്ചുറലി അത് ഇമോട്ട് ചെയ്യണത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അഖിലയുടെയും ഒരു ഭയങ്കര പ്ലസ് പോയിന്റാണ്, മുത്തശ്ശിയുടെയും അവൻ്റെ ഒപ്പം നിൽക്കുമ്പോഴും ചെയ്യുമ്പോൾ ഭയങ്കര നാച്ചുറലി ഇമോട്ട് ചെയ്യണ ഫീൽ ചെയ്യും. അപ്പം നമ്മൾ തന്നെ അറിയാതെ നമ്മളിൽ നിന്നും അത് വരും എന്ന് എനിക്ക് തോന്നണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നാച്ചുറലി ഫീൽ ചെയ്ത് ചെയ്യുന്ന ആക്ടർ. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് നെടുരി ചേട്ടനൊപ്പം അഭിനയിക്കുമ്പോൾ, പിന്നെ ദിലീഷ് ചേട്ടനൊപ്പം അഭിനയിക്കുമ്പോൾ നമ്മൾ കണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു നാച്ചുറൽ ഫീൽ കിട്ടും. അത് നമുക്ക് ഭയങ്കര ഗ്രിപ്പാണ്. ഇപ്പോൾ വെള്ളത്തിൽ പെട്ടെന്ന് മുങ്ങി പോകുന്ന സമയത്ത് ഒരു എന്തെങ്കിലും പിടിക്കാൻ കിട്ടുന്ന പോലെ നമുക്കൊരു ഗ്രിപ്പാണ്. ആ ഗ്രിപ്പിൽ നിന്ന് നമ്മൾ ആ ടേക്ക് പോകുന്നവരെ നമ്മൾ ആ സ്ലിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് സോ ഐ ഫീൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട്. ഇതിലൊരു കുട്ടി താരമുണ്ട്, ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഞങ്ങള് പല വീഡിയോസ് വരുന്ന സമയത്ത് ഞെട്ടി, ഇതെന്ത് ഇങ്ങനെ ചെയ്യണോ? അത് സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സും, ഒരു സമയത്ത് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ടാവാറില്ല. കറക്റ്റ് സ്ഥലത്താണ് വന്ന് പെട്ടതെന്ന് പറയും. ഇവർക്ക് ചെയ്യണ പരിപാടി ഒരിക്കലും സപ്പോർട്ടീവ് പാരന്റ്സ് ഇല്ലെങ്കിൽ നടക്കില്ല. ഇത് അവരുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇത് കാണുന്നത്. എങ്ങനെയുണ്ട് ഇതിപ്പോ? രണ്ടാമത്തതല്ലേ, സർക്കിട്ടിന് ശേഷം ചെയ്യുന്നതല്ലേ? ரொம்ப பிஸி ஆர்டிஸ்ட், ரொம்ப எக்ஸ்பீரியன்ஸ் ஆர்டிஸ்ட். ഇവരെ കൂടെ എങ്ങനെയുണ്ട്? എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോ അഭിനയിക്കുന്ന സമയത്ത്? ഇത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൂടെ അഭിനയിക്കുന്ന സമയത്ത് അവർക്ക് ടിപ്സ്? അങ്ങനൊന്നുമില്ല, എനിക്ക് കുറെ സിനിമ ചെയ്ത് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. എനിക്ക് ഇല്ല, നമുക്കൊരു പുതിയ സാധനം ചെയ്യുന്ന ഫീൽ ഉണ്ടായിരുന്നു. പുതിയ സാധനം ചെയ്യുന്ന പോലെ തന്നെ ഇവരൊക്കെ ഭയങ്കര കൂട്ടായിട്ട് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാണ് ഈ ഒരു സെറ്റപ്പ് കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഹൊറർ തീമിലാവുമ്പോ നിങ്ങൾക്ക് ആ മൂഡ് അവിടെ എന്തായാലും ക്രിയേറ്റ് ചെയ്യല്ലോ. ഈ പൊതുവെ ഈ ഹൊറർ പരിപാടി വരുമ്പോ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, സംതിങ് എന്താ ഇവിടെ നടക്കണേ, അത് വരും. ശരിക്കും എങ്ങനെയായിരുന്നു അങ്ങനെ കേട്ടിട്ടുള്ളത്? ശരിക്കും നിങ്ങൾ ഷൂട്ടിംഗ് സമയം എങ്ങനെയായിരുന്നു? തന്നെയായിരുന്നു. കാര്യം ആ സ്ഥലം അങ്ങനെ ഒരു ആ ഏരിയയിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അത് അങ്ങനെ തന്നെ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള വീടാണത്. 10-30 വർഷമായിട്ട് ഒരു ആളും താമസിച്ചിട്ടില്ല. പിന്നെ അതിനെക്കുറിച്ചും കുറേ കെട്ടുകഥകളും ഉള്ള കഥകളും ഇല്ലാത്ത കഥകളും ഉണ്ട് ആ വീടിനെ കുറിച്ച്. ഞങ്ങൾ ചെന്ന പോയിന്റ് മുതൽ ഞങ്ങൾക്കും കുറേ അൺഫോർഗറ്റബിൾ
എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, വർക്ക് ചെയ്യാൻ വന്നവർക്ക് ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തർക്കും അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നും ലോജിക്കും അല്ല സയൻസും അല്ലായിരിക്കും, പക്ഷെ കോയിൻസിഡൻസ്ലി നമുക്ക് പലതും കൂട്ടി വായിക്കുമ്പോൾ പേടിപ്പിക്കുന്ന പല സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ. അത് ഈ സിനിമയുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ച് കളഞ്ഞു. വലിയൊരു മഴയും കാറ്റും കാറ്റും മഴയും. ഞങ്ങളെല്ലാവരും കുറെ മരങ്ങളൊക്കെ ഇടിഞ്ഞു വീണു. ഞങ്ങളൊരു റൂമിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവിടെ ഇടിമിന്നൽ അടിച്ച് അവിടുത്തെ ട്യൂബിലൊക്കെ ഇതായി. ഞങ്ങളപ്പോൾ പേടിച്ച് അപ്പോൾ വലിയ ധൈര്യമായിട്ട് നിന്നവരൊക്കെ അകത്ത് കയറി പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും അകത്ത് കയറിയോ? അഖില ചേച്ചി ചോദിക്കാവുന്നില്ല, ഒരു ഇടിവെട്ടി അല്ല ഞാൻ നമ്മളൊരു അതിലൊരു സീക്വൻസ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ വീടിനുള്ളിൽ കയറിയപ്പം മഴ കൊള്ളാതെ പറഞ്ഞ് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു കാറ്റ് വന്നു. ആ കാറ്റില് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാത്റൂം ഉണ്ടായിരുന്നു പുറത്ത്, അതിന്റെ ഷീറ്റൊക്കെ അങ്ങ് പറന്നു പോവാറായി. പിന്നെ വലിയ ഇടി മിന്നലൊക്കെ നേരെ വന്ന് അടിച്ച് ഓടിന്റെ മുകളിലെ അടിച്ച് ഇവിടെ ചുമരിന് വന്ന് അടിച്ചു. പിന്നെ സിനിമയിലെ മറ്റേ ടെന്റ് ഇല്ലേ, ഫുഡൊക്കെ അതൊക്കെ പറഞ്ഞ് ഒടിഞ്ഞൊക്കെ. നമ്മുടെ പ്രൊഡക്ഷനിലെ ടെന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞു വീണ് പുറത്ത്. കസേരകളൊക്കെ ഇങ്ങനെ മറിഞ്ഞു വീണ് വീട്ടിലേക്കല്ല, ഒരു കസേര അവിടാണ്, ഒരു കസേര കാട്ടില്ല പറന്നുപോയി. അത് വീട്ടിലേക്ക് 3 വഴി ഉണ്ടായിരുന്നു. ആ 3 വഴിയിലും മരം വീണ് ബ്ലോക്കായി. പിന്നെ നമ്മുടെ ആർട്ട് ഡയറക്ടർ ചേട്ടന്റെ വണ്ടി ബാക്ക് ഗ്ലാസ് അങ്ങനെ മരം വീണ് പൊട്ടി. അങ്ങനത്തെ ഭയങ്കര ഒരു ലാസ്റ്റ് ഡേ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ആക്കി മൊത്തോടെ. ഇപ്പൊ മഴ വന്ന സമയത്തായിരുന്നു എല്ലാവരും ലാന്നൊക്കെ ഒന്ന് ചാടി പുറത്തിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാവരും മറ്റേ ഒന്നിന്റെ ബാക്കിൽ ഒരാളെ മുമ്പിൽ വെച്ചിട്ട് ബാക്കിൽ നമ്മുടെ ഈ സീരീസിൽ കുറെ മഴയുടെ ഷോർട്സ് കാണിക്കുന്നുണ്ട്, കാറ്റ് മഴ. അതൊക്കെ ഒറിജിനൽ ആയിട്ട് ഉള്ള സംഭവം ഷൂട്ട് ചെയ്തിട്ട് ഇട്ടേക്കുന്നതാ. പിന്നെ ഓരോരുത്തർക്ക് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി പിറ്റേ ദിവസം ചൊറിഞ്ഞോണ്ട് വരും. പിന്നെ ഉറങ്ങാൻ എല്ലാവർക്കും പിന്നെ ഓരോരുത്തർ ചിലതൊക്കെ ഇട്ടിട്ട് പോയി. ചില ടെക്നീഷ്യന്മാർ ആ പരിസരം ഇട്ടിട്ട് പോയി. ആർട്ടിസ്റ്റ് ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഇത് പല എക്സ്പീരിയൻസ് അല്ലേ? ഇപ്പൊ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം എന്നൊക്കെ പറയുന്ന പോലെ, ക്യാരക്ടേഴ്സ് ചെയ്യാന്ന് പറയുന്ന പോലെ, ഇങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലേ? ഇത് ഭയങ്കര എനിക്ക് തോന്നുന്നത് അഭിനയിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. കാര്യം നമ്മൾ കുറച്ച് നേരത്തേക്കെങ്കിലും ഇപ്പൊ ആ വീട്ടില് അവിടത്തെ ഒരാളായി അവിടത്തെ പ്രശ്നങ്ങളും സംസാരിച്ചും പെർഫോം ചെയ്തോ നമ്മൾ ടേക്കിന് പോണത്. അപ്പൊ ആ ടേക്കിന് പോയി നമ്മൾ അവിടെ ചെന്ന് എന്തോ ചെയ്ത് തിരിച്ചു വരുമ്പോഴൊക്കെ ആ ടേക്കിന്റെ ഒരു ഹാങ് ഓവറും കൊണ്ടാ തന്നെ. അതെപ്പോഴാന്ന് അറിയോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ അഖില തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ അന്നത്തെ ഒരു 3-4 ദിവസം അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ സെറ്റിലോ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇവിടുത്തെ എന്തോ ഒരു കാര്യം മിസ് ചെയ്യും. എനിക്കത് പറയാൻ അറിയില്ല. അത് പറയുമ്പോൾ ആൾക്കാർ ഒരിക്കും എന്തോ ഒരു അന്ധവിശ്വാസം അവിടെ ബ്ലഡി ഫൂൾ എന്ന് പറയുമായിരിക്കും. പക്ഷെ അതല്ല, എന്തോ ഒരു സംതിങ് ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അവിടെ. ഭയങ്കര പക്ഷെ ഇഷ്ടത്തോടെ തോന്നുന്നു കേട്ടോ, പേടിപ്പിക്കുന്ന മാത്രമല്ല ഭയങ്കര എന്തോ. അല്ല ഇതിപ്പോ സെറ്റിൽ തന്നെ ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു തവണ അമിതേട്ടനെ ഹെയർ കട്ട് ചെയ്യുന്ന ഒരാൾ പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ റീല് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സൈഡിലിരുന്ന് ചുമ്മാ റീൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് മണിച്ചിത്രത്താഴിന്റെ മറ്റേ ബീജി വന്നു, ടിങ് 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 ആ സാധനം വന്നു. അപ്പൊ പുള്ളി എന്നെ ഒന്ന് നോക്കി. ഞാൻ ഇത് 2 പ്രാവശ്യം ഇങ്ങനെ നോക്കി, ഇപ്പൊ കണ്ടില്ല. നിർത്തി പുള്ളി. ഞാൻ പിന്നെ ഇത് മൈൻഡ് ചെയ്യാണ്. ഞാൻ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ പിന്നെ പുള്ളി വെട്ട് നിർത്തിയിട്ട് ഒരു സ്റ്റോറി പറഞ്ഞു. അവിടുത്തെ കഥ എന്താന്ന് അറിയോ ഈ വീടിനും ഈ മ്യൂസിക്കിനും ഭയങ്കര കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ എന്തോ ഒരു സ്റ്റോറി, എന്താ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കരമായിട്ട്, അതായത് ആ നാട്ടിലുള്ള ഒരാള് തന്നെയാണ് അതിനെ പറ്റി പറയുന്നത്. പാട്ട് വെച്ചിട്ടേ ഇല്ല. പിന്നെ ശരിക്കും ഇങ്ങനെ നമ്മൾ എത്ര ഇല്ല പോന്നൊക്കെ പറഞ്ഞാലും ഓരോ ദിവസം ഓരോ ആൾക്കാർ വന്ന് ഓരോ കഥകൾ പറയാം. പിന്നെ അഖിലൊക്കെ ഒരു പ്രത്യേകം ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഹോട്ടലിൽ താമസിക്കാൻ. അഖില അവിടെ താമസിക്കാറില്ല. ഷൂട്ട് കഴിയുമ്പോഴേക്കും വീട്ടിൽ പോവും, ധൈര്യം കൂട്ടിയിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും, എന്നിട്ട് തിരിച്ചു വരും. ഹോട്ടലിൽ താമസിച്ചിട്ടേ ഇല്ല. രാമമംഗലത്തായിരുന്നു ഷൂട്ട്. വീട് റൂമ് രാമമംഗലത്ത് നിന്ന് 1 മണിക്കൂർ മാറി ചോറ്റാനിക്കരയിലായിരുന്നു റൂം. അവിടുന്ന് 1 മണിക്കൂർ മാറി കലൂരാണ് ഞാൻ താമസിക്കുന്നത്.
എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുമ്പോ വെച്ചാൽ ഭയങ്കര അതായത് നമുക്ക് 3 പേർക്കും മാത്രം വേറൊരു ഹോട്ടലാണ്. ബാക്കി ആരുമില്ല അവിടെ, ഇല്ല. ഒരു മനുഷ്യനില്ല അവിടെ. വേറെ ആരുമില്ല, തമ്മിൽ നമുക്ക് 3 പേർക്കും മാത്രം. അവിടെ കുറച്ച് റൂമേ ഉള്ളൂ, പക്ഷെ നമ്മുടെ 3 റൂമിൽ മാത്രമേ ആൾക്കാരുള്ളൂ, നമ്മൾ മാത്രം. അപ്പൊ അത് ആ റൂമിലേക്ക് പോകുന്ന വെച്ചാൽ ഒരുമാതിരി ഒരു ഇടുങ്ങിയ വഴി കൂടെ ഒക്കെ പോയിട്ടാണ് റൂമിൽ എത്തേണ്ടത്. ആ ഹോട്ടലാണെങ്കിൽ വലിയ പറമ്പിന്റെ ഒരു നടുക്കായിരിക്കണത്. അവിടെ രാത്രി ലൈറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇവളപ്പുറത്തുള്ള ധൈര്യത്തിൽ ഞാനും ഇരിക്കണത് ഈ ബ്ലഡി ഫുൾ പൊയ്ക്കളയും. രാത്രി ആവുമ്പോഴേക്കും വിട്ടത് 2 മണിക്ക് ഷൂട്ട് കഴിയുമ്പോൾ ഞാൻ അപ്പൊ തന്നെ ഊബർ വിളിക്കും, നേരെ ഫ്ലാറ്റിൽ പോകും, എന്നിട്ട് രാവിലെ വരും, 7-6 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും വരും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത്. എനിക്കെന്തോ ഭയങ്കര ധൈര്യമായിരുന്നു മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്. ഇതിലിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമോഷൻസ് ഇതില് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഇപ്പം കിട്ടുന്ന ഒരു സ്ക്രിപ്റ്റ്, നമ്മളുടെ വരുന്ന സ്ക്രിപ്റ്റില് ഒരു ആർട്ടിസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ എങ്ങനെയാ ശ്രദ്ധിക്കും? ഇപ്പം കഥ ശ്രദ്ധിക്കും, ടെക്നിക്കലി ആരാണ് കൂടുതലെന്ന് ശ്രദ്ധിക്കും, പക്ഷെ അതിൽ കൂടുതൽ പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോന്നാണോ? അതെ, അതാ നോക്കുന്നത് നമ്മൾ. എനിക്ക് തോന്നുന്നു കഥ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പോർഷൻ ഇരുന്നാണ് മൊത്തമായിട്ട് കേൾക്കുക. കൂട്ടത്തിൽ ആ കഥ കേട്ട് പോകുമ്പോഴും നമ്മൾ എന്താ പറയണേ, നമ്മളോട് ആൾക്കാർ നമ്മളെങ്ങനെ തിരിച്ചു പറയണു, നമ്മുടെ ഇമോഷൻ. അപ്പം കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു സിനിമ ഓടുണ്ട്. അപ്പം നമ്മൾ അവിടെ ആ പെർഫോമൻസ് നമ്മുടെ ഉള്ളിൽ നടക്കണ്ട അവിടെ. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കഥ കഴിയുമ്പോഴേക്കും അവസാനം ഇത് പൊളിക്കാം എന്നൊക്കെ നമ്മളിൽ തോന്നുമല്ലോ. അപ്പം അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് കഥ കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും. പിന്നെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പടത്തിൽ നമ്മൾ തന്നെ വേണം, അയ്യോ ഇനി വേറെ ആരും വിളിക്കരുതെന്ന് പുറത്ത് കാണിക്കില്ലെങ്കിലും നമ്മളുള്ളിൽ ഉണ്ടാവും അല്ലേ. അപ്പൊ എനിക്കിത് കേട്ടപ്പോ ഇങ്ങനെ ഇവര് ചെയ്യാൻ പോണത് എങ്ങനെയാവും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, ചെല്ലുമ്പോ ചിലപ്പോ ഇതുപോലെ ആയിരിക്കില്ല, വിചാരിച്ച പോലെ ആയിരിക്കില്ല, ആ ഡയറക്ടർ ഉദ്ദേശിക്കുന്നതേ ഇതേപോലെ ആയിരിക്കില്ല. സ്ക്രിപ്റ്റ് കേട്ടിട്ട് നമ്മുടെ ഉള്ളിലെ കണ്ട സിനിമയോ സീനോ ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോ ആ സീൻ അവര് മനസ്സിൽ വെച്ചേക്കുന്നത്. ഒരു വലിയൊരു ബ്രേക്ക് ഫസ്റ്റ് അവിടെ സംഭവിക്കും. നമ്മൾ ഇവിടെ നിൽക്കുന്നു, അവിടെ നിൽക്കുന്നു, കംപ്ലീറ്റ് നമ്മുടെ ഉള്ളിലല്ലാത്തൊരു പ്ലാൻ. അപ്പൊ അവിടെ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ദിവസം നമ്മൾ പോലും പ്ലാൻ ചെയ്യാത്ത എന്തൊക്കെയോ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഒരു ട്രാക്കിലോട്ട് നമ്മൾ വീഴും. പിന്നെ അത് ഓടിച്ച് നമ്മളങ്ങ് പോകും. അതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും അടിപൊളി കേട്ടോ. നമ്മൾ പ്ലാൻ ചെയ്ത് പോണത് പൊളിഞ്ഞിട്ട് ഉള്ളിൽ നമ്മൾ ചോദിക്കണ്ട് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. പക്ഷെ പുറത്ത് കാണിക്കില്ല. പക്ഷെ അവരാ പറഞ്ഞ അസോസിയേറ്റ് പറഞ്ഞതും ഡയറക്ടർ പറഞ്ഞതും ഇവരൊക്കെ പറഞ്ഞത് കേട്ടിട്ട് നമ്മളൊരു സാധനം അങ്ങോട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിറച്ചിരിക്കുകയാണ്, എങ്ങനെയാലും ഭയം എന്താന്ന്. അപ്പൊ അവിടെ ഓക്കെ റെഡി എന്ന് പറയുമ്പോ ആണാ നമ്മള് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിലപ്പോ ഫസ്റ്റ് ടേക്കിലൊക്കെ ഓക്കെ എന്ന് പറയും. അപ്പൊ നമ്മള് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ എന്താ നന്ദൂന് എന്താ പറ്റിയത്, ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ. അപ്പൊ അമിതേട്ട പറയും ഇനി ഇവരുടെ കയ്യിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല എന്തുകൊണ്ടായിരിക്കും ഇനി ഒരു ടേക്ക് പറയണത്. നന്ദു എന്നോട് ആദ്യം പറഞ്ഞു, ചേട്ടാ ബഡ്ജറ്റ് ഭയങ്കര കുറവാണ്, അപ്പോൾ ഒറ്റ ടേക്കിലൊക്കെ ചിലപ്പോൾ തീർത്ത് പോയാലേ നമ്മുടെ പടം തീരുള്ളൂ. അപ്പൊ തന്നെ പിന്നെ നമ്മൾ അയ്യോ സെറ്റ് പുള്ളി എൻ്റെ അമ്മേ. പക്ഷേ ടേക്കിന് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അത് ഒറ്റ പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് നേരെ ഓക്കെ സെറ്റാണെന്ന് പറയും. ഇപ്പൊ മറ്റേ KPS ലളിത ഒരു റീലില്ലേ, ഇങ്ങനെ ചിരിച്ച് പിടിച്ച് റൂം അടച്ചിട്ട് നമ്മൾ അവിടെ വെച്ച് ഒറ്റ ടേക്ക് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ പോയിട്ട് നമ്മൾ മാറിയിരുന്നിട്ട് ദൈവം ഇത് കൊളവാണോ, കറക്റ്റാണോ, ശരിയാണോ, ഇത് ഇനി അവർക്ക് ഭ്രാന്താണ് നമുക്ക് ഭ്രാന്താണ്. നമ്മളത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ലല്ലോ ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ മാത്രമൊന്നും. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ സംസാരിക്കും, ഇത് എന്താ ഇപ്പോൾ സംഭവിക്കണത്, ശരിയാണ് ഓക്കെയാണ്. പിന്നെ ഡബ് ചെയ്ത് ഇന്ന് കണ്ടപ്പോഴേക്കും ഓക്കെ ആയിരുന്നു. കാര്യം അങ്ങനെ ഒരു കോളുള്ള പയ്യനാ, അവൻ കൺഫ്യൂസ്ഡ് അല്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കാര്യം. ആ ഡയറക്ടർ അവൻ കൺഫ്യൂസ്ഡ് അല്ല, അവനെ എടുക്കേണ്ട എന്താന്നുള്ളതിനെ കുറിച്ച് അവന് നല്ല പ്ലാൻ ഉണ്ട്. ഈ സീ പോലത്തെ ഒരു കമ്പനി ഒരു ഇതുവരെ പടം ചെയ്യാത്ത ഒരു പയ്യനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെങ്കിൽ അവന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിൽ അവൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് അവന്റെ മെറ്റൽ. അപ്പോൾ അവനെ കൊണ്ട് പറ്റുന്നറിയാം. ഇപ്പം ഞങ്ങളും ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ തന്നെ അവനെന്ന ഡയറക്ടറിൽ ഞങ്ങൾ സെറ്റാണ്. അവൻ പറയുന്ന കാര്യം ഞങ്ങൾക്ക് സെറ്റാണ്. കാര്യം ഞങ്ങൾ ചെയ്യാത്ത സാധനമാണ് ചെയ്യാൻ പോണതും. അത് ഒരു രീതിയിൽ ഞങ്ങൾ ഭയങ്കര സ്റ്റുഡൻറ് യങ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞങ്ങൾ നിന്നിരുന്നത് അവിടെ. അവൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഫുൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ടോട്ടലി ഒരു സ്റ്റുഡൻറ് പോലെയായിരുന്നു. ഞങ്ങൾ ചെയ്യാത്ത സാധനം
പക്ഷെ അവൻ ചെയ്തത് വർക്കൗട്ട് ആയത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഷോർട്ട് ഫിലിമിൽ. അപ്പോൾ അവൻ പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ വി ആർ റെഡി ടു ആക്സെപ്റ്റ്. ഞങ്ങൾക്ക് മറിച്ച് ചോദ്യമില്ല, അവൻ ചോദിക്കുന്നത് ചെയ്യാൻ റെഡി ആയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിന്റെ റിസൾട്ട് കാണുന്നത് ഇന്നത്തെ ദിവസമാണ്. അതെ, ഇപ്പൊ കാണുമ്പോഴേ ഇപ്പൊ സിനിമ പോലെ തന്നെയാണല്ലോ സീരീസ് നമ്മൾ പറയുമ്പോൾ, അതേപോലെ ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്ത് എങ്ങനെയാ അത്? എനിക്ക് തോന്നുന്നു അമിച്ചേട്ടന് കാണുന്ന ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്, പക്ഷെ എന്റെ കയ്യിരിപ്പുണ്ടാണെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താണ് കിട്ടാത്തത്, പക്ഷെ അത് എന്റെ കയ്യിരിപ്പുണ്ടാ. കാര്യം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്ക് വേണ്ട മിനിമം കുറച്ച് ക്വാളിറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെ ചെന്ന് കണ്ട് നമ്മളുടെ മുഖം അവരോർത്തിരിക്കണം. കാര്യം കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ജോലി, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ ജോലി, അല്ലെങ്കിൽ റൈറ്റർ എന്ന ജോലി, എടാ ഇന്ന് ഒരുപാട് ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ അവര് നമ്മൾ തന്നെ എന്തെങ്കിലും നമ്മളെ വീട്ടിലോട്ട് കല്യാണം വിളിക്കാനായിട്ട് നമ്മൾ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ആൾക്കാരെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇടും. പിന്നെ അമ്മച്ചിയും അവരൊക്കെ പറഞ്ഞു എടാ മറ്റവരെ എന്നൊക്കെ പറഞ്ഞ് എഴുതണത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളുടെ ഫേസ് അവരുടെ മുമ്പിൽ ഫസ്റ്റ് കോളിൽ ഫെമിലിയർ ആക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഞാൻ അതിൽ ഭയങ്കര വീക്കാണ്. എനിക്ക് ചെന്ന ആൾക്കാരെ ചെന്ന് കണ്ട് മീറ്റ് ചെയ്ത് ചേട്ടാ എന്ന് പറഞ്ഞ് മീറ്റ് ചെയ്ത് അതൊക്കെ എൻ്റെ പോരായ്മയാണ്. അപ്പോൾ ഇവിടെ ക്യാരക്ടർ കിട്ടാനില്ലെങ്കിൽ ആൾക്കാർ എൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ എന്താ സിനിമ നിന്നെ അങ്ങനെ ഉപയോഗിക്കണല്ലോ കേട്ടോ, അല്ലെങ്കിൽ നിന്നെ അങ്ങനെ കൺസിഡർ ചെയ്ത് എവിടെ എനിക്കറിയാം എൻ്റെ കുഴപ്പം കൊണ്ടാ, അല്ലാതെ നാട്ടുകാരുടെ കുഴപ്പം കൊണ്ടല്ല, എൻ്റെ തന്നെ കുഴപ്പം കൊണ്ടാണ്. ഞാൻ ഈ ബ്ലാസ്റ്റ് സിനിമ കണ്ട സമയത്ത് അതിലെ വില്ലനെ കാണുമ്പോൾ അമിച്ചേട്ടനെ പോലെ തന്നെ കറക്റ്റ് സേവ് ആയിരുന്നു. ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒക്കെ കിട്ടുകയാണെങ്കിൽ പൊളിച്ചേനെ എന്ന് നമുക്ക് തോന്നി പോയിട്ടുണ്ട്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് സത്യം. ഇന്നിപ്പോ ഒരു അവസരം കിട്ടണമെങ്കിൽ കിട്ടാത്തല്ലാതെ ഇറ്റ് ഈസ് യു ഹാവ് ടു ഹണ്ട് ഇറ്റ്. അതെന്റെ വീക്ക്നെസ് ആണത്. അതുകൊണ്ടുള്ള ഫലവും നല്ലതും ചീത്തയും ഞാൻ തന്നെ അനുഭവിക്കണം. പക്ഷെ ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പറ്റുള്ള ഇപ്പൊ നിങ്ങൾ എല്ലാവരോടും ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഓരോ സിനിമയ്ക്ക് മുമ്പിലും ഒരു ഹാർഡ് വർക്ക് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ ലക്ക് ഒരു ഫാക്ടർ ആണെന്ന് പറയാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഒരു ജേർണി നോക്കുകയാണെങ്കിൽ ഇതിൽ എന്താണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാ? ഞാൻ ലക്കിൽ വിശ്വസിക്കാനുള്ള സത്യം പറഞ്ഞു ഇല്ല. ലക്ക് എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമ പ്രത്യേകിച്ച് സിനിമ ഒരിക്കലും ഒരാളുടെ പരിപാടി അല്ല. ഒരു ഡയറക്ടറിന്റെ മാത്രമോ ക്യാമറാമാൻ്റെ മാത്രമോ ആക്ടറിൻ്റെ മാത്രമോ പരിപാടി അല്ല. ഇന്ന് തന്നെ ഞങ്ങൾ അവിടെ അഭിനയിച്ച സമയത്ത് ഞങ്ങൾ അതിൻ്റെ അകത്ത് കുറേ വിഷ്വൽസും ഡബ് ചെയ്തപ്പോഴും കണ്ടിട്ടുണ്ട്. ആ ഡബ് ചെയ്ത വെല്ലോണെന്ന് അവിടെ കണ്ടേ. കാര്യം ആ കണ്ടതിൽ നിന്നും ഒരു സിനിമേനെ ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ എത്ര പേര് വർക്ക് ചെയ്യണമെന്ന് അറിയൂ. മ്യൂസിക്, ആർട്ട്, ഇതിപ്പോൾ ഈ വെച്ചേക്കുന്നതിൻ്റെ അകത്ത് വരെ എത്ര പേരുടെ അധ്വാനം ഈ ഒരു കുഞ്ഞു സാധനം എന്നറിയും. സോ അപ്പോൾ ആരുടെയൊക്കെ ലക്ക് കൂട്ടണം നമ്മൾ ആരുടെയൊക്കെ ലക്ക് കൂട്ടണം. ഒരു കൂട്ടമായിട്ട് ലക്ക് ചേർന്ന് എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ട് പറയാൻ പറ്റില്ല. അതിൽ അൺലക്കി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ലക്കി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ടീം ഓഫ് എഫേർട്ടിൽ നല്ല പോലെ സിങ്കർണൈസ്ഡ് പാട്ട് കേൾക്കണ പോലെ, അല്ലെങ്കിൽ നല്ലൊരു കറി ചിലപ്പോൾ ഇന്ന് വെക്കണ നല്ല കറി ചെയ്യുന്ന ആൾ നാളെ വെക്കുമ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. അതെന്താ മിസ്സായി പോയി, അയാൾ തന്നെയല്ലേ വെച്ചത്. പക്ഷെ ദാറ്റ് ഇസ് സംതിങ് കോൾഡ് എല്ലാം കൂടി ഒന്ന് ചേരണം. ഒരു മ്യൂസിക് എന്ന് പറഞ്ഞ പോലെ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു അടി അടിക്കുന്നതാണ് ഒരു നല്ല ഹിറ്റ്. ഹാർഡ് വർക്കാണ് എല്ലാവരുടെയും. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഷൂട്ട് ചെയ്തിട്ട് ഡബിന്റെ സമയത്ത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ പറയരുത് ഇതുപോലെ എന്താ ഇത് സത്യമായിട്ടോ നമ്മൾ ഒന്നിച്ചാ ഡബ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ പുറത്ത് നിന്നിരുന്നത് ഈശ്വര ഇത് വർക്ക് ആവില്ലയോ പാളുവോ എന്നുള്ള സാധനം ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോ തൊട്ടപ്പുറത്തിരുന്ന് നന്ദു ഒരു സീനിന്റെ മീൻസ് വിത്ത് മ്യൂസിക്കിന്റെ ഒരു ഇത് ഇട്ടിട്ട് കണ്ടോണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾക്ക് കിട്ടിയൊരു ഹൈ ഉണ്ട്. ലൈക്ക് മ്യൂസിക്കിനെ ഇത് ഭയങ്കരമായിട്ട് മ്യൂസിക്കും എല്ലാം ലൈക്ക് ഇതിപ്പോ നമ്മള് VFX ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പൊ എല്ലാ ഫാക്ടറും കൂടെ ചേരുമ്പോഴാണ് ഒരു നല്ലൊരു സിനിമ അല്ലെങ്കിൽ നല്ലൊരു. പിന്നെ നേരത്തെ ഒരു കാര്യത്തിൽ ഇതുണ്ട്, അമ്മായപ്പനെ വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം, അപ്പനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് തീരുമാനിക്കാം ഞാൻ ഈ പടം ചെയ്യണോ വേണ്ടേന്നുള്ളത്. അതിന് നമ്മുടെ ഇന്റലിജൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു പടം ഹിറ്റാവുന്നുണ്ട്, പടത്തിന്റെ ഒപ്പം പോവാതെ ഇന്ന് വേണമെങ്കിൽ പൊട്ടണ പടത്തിന്റെ അകത്തോട്ട് നീ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിസിഷനാണ്. അപ്പോൾ അത് ദാറ്റ്സ് അഗെയിൻ എഫേർട്ടാണ്, നമ്മുടെ എഫേർട്ടാണ്. അപ്പോൾ ഐ തിങ്ക് ഇത് എഫേർട്ട് തന്നെയാണ്. ലക്ക് എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അകത്ത് ഒരു കാര്യം, എത്ര ഹിറ്റടിച്ച ആൾക്കാർ ഇന്ന് ഒരു പടമില്ലാതെ ഇരിക്കണം. സത്യം
ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളോട് ചോദിക്കുകയാണെങ്കിൽ Yes. എന്തായിരിക്കും പറയാ? അല്ല, ഇതൊക്കെ തന്നെയാണ്. ഒരാളുടെ മാത്രം കഴിവുകൊണ്ട് ഒരു പടം നന്നാവില്ല. എല്ലാ ഭാഗങ്ങളും ഇങ്ങേറ്റം മേക്കപ്പ് വരെ സത്യം. ഓഫ്. ഒരുമിച്ച് വന്നെങ്കിലേ ആ ഒത്തിരി പേരുടെ സഹകരണവും അവരുടെ എഫേർട്ടും മാത്രമാണ് ഒരു പടത്തിൻ്റെ വിജയം. അപ്പോൾ ഒരാളെ എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാനില്ല. അപ്പം ഞാനെന്നോ കുട്ടിയെന്നോ ഇവരാരെങ്കിലും അല്ല കാര്യം. എല്ലാവരുടെയും അധ്വാനം ഒരുമിച്ച് ചേർന്ന് നന്നായി വരുമ്പോഴേ ഒരു പടം വിജയിക്കുള്ളൂ. പിന്നെ ഒരു 10 പടമൊക്കെ പൊട്ടിയിട്ടും 11ാമത്തെ പടം 10 പടം പൊട്ടി, കണ്ടിന്യൂസ് പൊട്ടി. 10 വർഷമായിട്ട് പൊട്ടൽ മാത്രം. 11ാമത്തെ വർഷവും നമ്മൾ രാവിലെ ഭക്ഷണവും കൺട്രോൾ ചെയ്ത് നമ്മൾ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് എല്ലാം മാറ്റി വെച്ച് എനിക്ക് വരാനൊരു ആറ്റിറ്റ്യൂഡില്ലേ. 10 വർഷമായിട്ട് നമ്മൾ വിജയം കണ്ടിട്ടില്ല. ഞാൻ എന്തായിരുന്നേ പറയണേ, നമ്മൾ അങ്ങനെ ഒരു ഹിറ്റോ ആരും കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും അടുത്ത ദിവസം നാളെ സൂപ്പർ സ്റ്റാർ ആവണേണ് നമ്മളെന്ന് പറഞ്ഞ് ഇറങ്ങണത്. അതൊരാളുടെ ആറ്റിറ്റ്യൂഡാണ്. 10 വർഷത്തിന് മുമ്പ് കറക്റ്റ് 11ാമത്തെ വർഷം ഹിറ്റിന് മുമ്പത്തെ മാസം അയാൾ പണിയെടുത്തി പോയെങ്കിലും കാര്യമില്ല. അതായത് നമ്മളിത് എന്തെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയോടെ ഇറങ്ങുക തന്നെ. അതേസമയം ഇപ്പൊ വലിയ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി കഴിഞ്ഞാലും ഒരു പ്രഷർ ഉണ്ടാവില്ലേ? ഇപ്പൊ അടുത്ത സിനിമ സെലക്ട് ചെയ്യുന്നില്ല, അടുത്ത സിനിമ വിജയിച്ചില്ലെങ്കിൽ അതും ബാധിക്കോ? എങ്ങനെയാ? നാട്ടുകാർക്കാണ് ബാധ, നമുക്കല്ല. നാട്ടുകാർക്കാണ് ടെൻഷൻ. ഇനി എന്താ അടുത്ത പടമില്ലടാ നമ്മക്ക്. അല്ല, ഞാനിപ്പോ എന്നെ പറയണേ, ഞാനിപ്പോ പ്രേമലു ഇറങ്ങി, സൂക്ഷ്മദർശിനി ഇറങ്ങി കഴിഞ്ഞിട്ട് എന്റെ ഇതുവരെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. ലൈക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പടം ചെയ്തു, ഒന്നും ഇറങ്ങിയിട്ടില്ല. അതുപോലെ പടത്തിന്റെ ഡിസ്കഷൻ നടക്കുന്നു, ഒന്നും സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ഞാനിപ്പോൾ എങ്ങോട്ട് പോയാലും ഞാനെന്ന് മാത്രമല്ല, സിനിമയിൽ അഭിനയിക്കുന്ന ആരെ കണ്ടാലും ഒരാൾ ആദ്യം കാണുമ്പോഴേക്ക് അടുത്ത ഏതാ പടം, അതല്ല പടം ഇന്നും ഇല്ലേ, ഷൂട്ടിംഗ് ഒന്നും ഇല്ലയോ, വീട്ടിൽ തന്നെ ഇരിപ്പാണോ? ഇത് ചോദിക്കുമ്പോൾ നമുക്കൊരു ഒരു വല്ലാത്തൊരു ഒരു ഇങ്ങനെ ഇങ്ങനെ പിടിക്കുന്നൊന്നും ചെയ്യാനും പറ്റില്ല. പ്രത്യേകിച്ച് സിനിമ ഇല്ലാത്ത സമയത്ത് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പരിപാടികളിലെയും ഒന്നും പോവാനും കാണരുത്. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം ഇതായിരിക്കും. ഇപ്പം ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരവില്ലേ? നമ്മൾ തന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് വിഷമിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങി പോസിറ്റീവായിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും സിനിമയൊന്നുമില്ലേ, എന്തുത്തരം പറയും? നുണ പറയാൻ പറ്റുമോ? പെട്ടില്ലേ, അടുത്ത ആഴ്ച ഷൂട്ടാന്ന് പറയാം, അടുത്ത ആഴ്ച ചോദിക്കൂലേ വീണ്ടും. അപ്പൊ നമ്മള് അതിങ്ങനെ ഡിസ്കഷനിലാണ്. ലൈക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ എന്താ നടക്കുന്നുണ്ട്, ഇറങ്ങാനുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ നാട്ടിലൊക്കെ പോയാൽ തന്നെ ആൾക്കാർ ഇപ്പൊ ചോദിക്കും അഖിൽ എവിടെയാന്ന് ചോദിക്കുമ്പോ വീട്ടിൽ നിന്ന് പറയും ഷൂട്ടുണ്ട് എറണാകുളത്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം ഒരു 2 വർഷമായിട്ട് ഞാൻ ഇതാ പറഞ്ഞു ഷൂട്ട് നടക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുക. ഇത് ഒരു സാധനം പുറത്തു വരുന്നില്ല. അപ്പോ നമുക്കുണ്ടാവുന്ന ഒരു നമുക്ക് എന്തേലും ഒന്നൊരു നല്ലത് ചെയ്താൽ മതി എന്നുള്ളതാണ്. അല്ലാണ്ട് ഈ ഹിറ്റ് വന്നുകൊണ്ട് ഇനി അടുത്തത് ഹിറ്റ് ആവണമെന്ന് എനിക്ക് അങ്ങനെയല്ല. നല്ല സിനിമകളുടെ ഭാഗമാവുക, നല്ല ക്യാരക്ടർ ചെയ്യുക, അങ്ങനെയുള്ള അത് ഹിറ്റ് ആവാണ്ടിരിക്കുമോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ഇതിപ്പോ ജനങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? അതായത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നു, നിങ്ങൾ തെരഞ്ഞെടുക്കുന്നു, അതായിരിക്കും. അല്ല, ഇപ്പൊ ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ 5 വർഷം കൂടുമ്പോൾ കേട്ടാ മതി. തോറ്റ MLA ആണെങ്കിലും അടുത്ത ആഴ്ച ഇലക്ഷൻ ഇല്ലേ നോക്കൂല്ലോ. പക്ഷെ ഇത് നമ്മളുടെ അവസ്ഥ അങ്ങനെയല്ല. ഇന്ന് ചോദിച്ച ആളിപ്പോ കുറ്റം പറയല്ലോ, ആൾക്കാർക്ക് സ്റ്റേപ്പിളായിട്ട് പഠിച്ചേക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പൊ അളിയാ എന്തൊക്കെയുണ്ടോ വിശേഷം, ഇന്ന് വെച്ചു, നാളെയും വിളിച്ചിട്ട് അളിയാ എന്തൊരു വിശേഷം, ഭക്ഷണം കഴിച്ചോ നോക്കണില്ല, അളിയാ സിനിമയില്ലേ, പറയട്ടെ നിന്നോട് മിനിയാന്നല്ലേ ഞാൻ പറഞ്ഞത്, ആയിട്ടില്ലെന്ന്. ഇവൻ 2 ദിവസം കഴിയുമ്പോഴും ചോദിക്കും. അത് അവൻ എന്തെങ്കിലും ചോദിക്കണ്ടേ, ആ ചോദ്യത്തിന് ചോദിച്ചോടാണ് നമ്മളിപ്പുറത്ത് വീണേന്നിരുന്നേ. എന്ത് പറയണമെന്നൊക്കെയുള്ള സാധനമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കൊറേ ഞാനൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അയ്യോ എന്ത് ചെയ്യും ഇനി, പടമില്ല, അയ്യോ അങ്ങനത്തെ അതാണ്. ഇതിപ്പോ ഇത്രയും കുറെ സിനിമകളുടെ ഭാഗമായി ഇപ്പൊ നാടകത്തിലാണെങ്കിൽ സജീവമായിട്ടുള്ള ആള്, ഇപ്പൊ പുതിയ ആളുകളുണ്ടല്ലോ, ഇപ്പം ഡയറക്ടർ ആയിക്കോട്ടെ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഈ 3 പേരുടെ ഒരു കോ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഭയങ്കരമായിട്ട് പെർഫോമൻസ് കണ്ടിട്ട് ഞെട്ടിപ്പോയ കൊള്ളാലോ എന്ന് തോന്നിയൊരു മൂമെന്റ്സ് ഉണ്ടോ ഇതില്? അങ്ങനെ ഇപ്പൊ നമ്മളെല്ലാവരുടെയും ഒന്നും കാണുന്നില്ലല്ലോ. നമ്മളോടൊപ്പം അഭിനയിക്കുന്നവരുടെ അല്ലേ അപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം
ഞാനും അമിതുമായിട്ടാണ് ചെയ്യുന്നുണ്ട്. അഖില വരുന്നു, അഖില എൻ്റെ അടുത്ത് ഇങ്ങനെ അഖില അഭിനയിക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞ ഒത്തിരി പേരെ കണ്ട് ശീലമുള്ളത് കൊണ്ട് അഭിനയിക്കുന്നുണ്ട്, ആ കുട്ടി അത് ചെയ്യുമല്ലേ. അപ്പോൾ ഞാൻ കാണാത്ത സീനൊക്കെ ചോദിക്കും. ഞാൻ പിന്നെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതൊരു സന്തോഷമാണ്. കാരണം നമ്മൾ കൂടെ അഭിനയിക്കുമ്പോൾ ആ ആളിനുള്ള പ്രതികരണവും കൂടെ നമ്മളിൽ അഭിനയിക്കാനുള്ള ഒരു പ്രചോദനമാണ് നമുക്കത് വരും. അതിപ്പോൾ നെടുമുടിയുടെ അടുത്ത് ഞങ്ങൾ അഭിനയിക്കുമ്പോൾ പറയും, ലീല അഭിനയിക്കുമ്പോൾ എനിക്കതിന് മറുപടി അഭിനയിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നു, അപ്പം നമ്മളിങ്ങോട്ട് വാങ്ങുന്നു. അതാണ് അഭിനയത്തിൻ്റെ ഒരു പ്രത്യേക. അടുത്ത് നിൽക്കുന്ന ആൾ അനങ്ങാതെ നിന്നാൽ നമുക്കൊന്നും വരില്ല. സത്യം. അമിത് ആ ഒരു വികാരത്തിൽ നിന്നില്ലെങ്കിൽ എനിക്ക് ആ വികാരം കൊടുക്കാൻ പറ്റില്ല. അതാണ് അഭിനയത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാൾ കൂടെ അഭിനയിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ എടുക്കുമല്ലോ. അങ്ങനെ ഈ ഒരു സെറ്റിൽ എടുത്തൊരു കാര്യം എന്തായിരിക്കും? എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഇന്റൻസ് സീനാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. നമ്മൾ ഓർക്കണ്ടോ? ഫസ്റ്റ് നമ്മൾ തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ പറയൂ ഇപ്പോൾ മറ്റേ ഒരിത്തിരി ഇന്റൻസ് ആയിട്ടുള്ള സീനാണ്. അപ്പോൾ എൻ്റെ ഉള്ളില് അവിടെ നമ്മൾ മറ്റേ അടിപൊളിയായിട്ടൊക്കെ നിൽക്കണമെങ്കിലും ഉള്ളിൽ ടെൻഷൻ ഉണ്ട്. ക്ലൈമാക്സ് ആണോ? ക്ലൈമാക്സിന്റെ സമയത്തുള്ള സീനാണ് ആദ്യം എടുത്തത്. അപ്പോൾ KPSC ഇതിലുള്ള ആർട്ടിസ്റ്റ്, അപ്പോൾ ഇവർ ചെയ്യണതൊക്കെ ഞാനിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അടിപൊളിയായിട്ട് ചെയ്യണം. അപ്പോഴാണ് ഞാൻ വന്നേക്കണത്. അപ്പം ഞാനുള്ളിൽ അമ്മേ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവരിൽ നിന്ന് കിട്ടണ ഒരു അപ്രിസിയേഷൻ ഉണ്ട്. ചിലർ ചിലപ്പോൾ പറയും, ചിലർ പറയില്ല, ചിലർ പറഞ്ഞില്ലേലും ആ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ അവരുടെ റിയാക്ഷൻ അറിയാം. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അമ്മയുടെ ആ സമയത്തുള്ള റിയാക്ഷനും ബാക്കിയുള്ള ആൾക്കാരുടെ റിയാക്ഷനിൽ നിന്നും എനിക്ക് ഇത് ഏറ്റിട്ടുണ്ട്. പക്ഷെ അത് അമ്മ അന്ന് നന്നായിരുന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ഹാപ്പി ആയി. ഭയങ്കര നമുക്ക് ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ സാധനമാണ് അപ്രിസിയേഷൻ. എനിക്ക് പ്രത്യേകിച്ചത് ഭയങ്കര എഫക്റ്റീവ് അത് ഒരാൾക്കൊന്നല്ല, എല്ലാവരെയും സംബന്ധിച്ച് അത് തന്നെയാണ്. നമ്മൾ ചെയ്തത് നന്നായിരുന്നു, അവർ അസോസിയേറ്റ് ആണെങ്കിലും പറഞ്ഞാലും നമുക്കതൊരു നല്ലൊരു വിശ്വാസം, ഒരു സ്വയം ഒരു ആത്മാർത്ഥത അത് നമുക്കുണ്ടാവും. നിങ്ങൾ ഈ പെർഫോം ചെയ്തിട്ട് ഇപ്പൊ വിചാരിക്കും ഇത് തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ പൊളിക്കും എന്ന് തോന്നിയിട്ടുള്ള ഒരു സീന്, എന്നാൽ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് വിചാരിക്കാത്ത രീതിയിൽ തിരിഞ്ഞു പോയ സീനുകളുണ്ടോ? രണ്ടും സംഭവിക്കാം. അങ്ങനെയുള്ള സിനിമയുണ്ടോ? ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇതിലല്ല, ഇവിടെ അല്ല, ഇതിലല്ല, വേണ്ട, വേറെ ഉണ്ടായിട്ടുണ്ട്. ഒരു മൊത്തം സിനിമ മൊത്തമായിട്ട് അത് ഭയങ്കര അധികം എഫക്റ്റീവ് ആവും, ആ സീൻസൊക്കെ ഭയങ്കരമായിട്ട് വർക്കാവും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൺമുമ്പിൽ തന്നെ ചീറ്റിപ്പോയത് ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ മനസ്സിലാവും നമ്മുടെ ജഡ്ജ്മെന്റ്. മറ്റേ നമ്മളിങ്ങനെ അഭിമാനത്തോടെ ഇരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് നാട്ടുകാരുടെ മുഖത്തൊക്കെ ഇപ്പം വിരിയും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ തപ്പാണ്, ഒന്നും വന്നില്ലേ, ഇവിടെ ഒന്നും വന്നില്ല. അപ്പൊ അത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പുറത്തൊന്നും കാണിച്ചില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, സിനിമയിലല്ല നാടകത്തിലുണ്ടായിട്ടുണ്ട്. തുലാഭാരത്തിലെ രണ്ടാമത്തെ സീൻ വരുമ്പോഴേക്കും അവിടെ ഇത്തിരി അഭിനയിക്കാനുണ്ട്. ആദ്യത്തെ ദിവസമൊക്കെ അഭിനയിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വിചാരം, ഇതങ്ങ് ആളുകളങ്ങ് വല്ലാതെ ആളുകളൊന്നും അനങ്ങുന്നില്ല കേട്ടോ. ആ സീൻ കഴിഞ്ഞു, കർട്ടൻ വീണു. അപ്പോൾ ഞാൻ വേറൊരു സ്റ്റൈലിലെടുത്തത്, അതങ്ങ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കയ്യടി. പക്ഷേ കയ്യടി അല്ല പ്രതീക്ഷിക്കുന്നത് നമ്മൾ, അവിടെ കയ്യടിക്കരുത്, കാരണം അത്ര ഇമോഷണലായിട്ട് നിൽക്കുകയാണ് ഈ ക്യാരക്ടർ. ആളുകളങ്ങ് ഭയങ്കരമായിട്ട് കയ്യടിച്ചപ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല. നമുക്ക് അന്നേരം സന്തോഷമല്ല പിന്നെ. അപ്പോൾ അത് ഹിറ്റായല്ലോ, പിന്നെ അങ്ങനെ അഭിനയിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അഭിനയിക്കും. അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. സത്യൻ തുലാഭാരം കാണാമെന്ന മദ്രാസിലാണ്, ഞങ്ങളുടെ എല്ലാ നാടകങ്ങളും കാണും, കാരണം അതൊക്കെ സിനിമയാകുന്ന. അതുകൊണ്ട് പുള്ളി എല്ലാത്തിലും വരും, ഫ്രണ്ടിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ സെക്കൻഡ് സീന് ഇങ്ങനെ അഭിനയിച്ചിതാക്കി. അപ്പോൾ കർട്ടൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് പുള്ളിയുടെ മുഖത്ത് എന്താണെന്ന് അറിയണ്ടേ നമുക്ക്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നും നമ്മൾ നോക്കും, ഓഡിയൻസ് ആരൊക്കെ ആയിരിക്കുന്നതെന്ന്. അങ്ങനെ കർട്ടൻ ഇങ്ങനെ പകുതി വന്നപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന ആളിന് ദൂരെ ഇരിക്കുന്നവർക്ക് നമ്മുടെ കണ്ണ് കാണില്ല.
ഞാൻ നോക്കിയപ്പോൾ ഉടനെ തന്നെ സത്യം അവിടെ നന്നായിട്ടുണ്ട്. ഇങ്ങനെ കാണിച്ചപ്പോഴേക്കും നമുക്ക് ആ എന്തൊരു സന്തോഷമാണ്. അതൊരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. നമുക്ക് അഭിനയിക്കാൻ കഴിയുന്നു, അത് ജനങ്ങളത് സ്വീകരിച്ചു, നമ്മൾ വിചാരിച്ച അർത്ഥത്തിൽ അവർ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഇന്ന് റിവ്യൂ കഴിഞ്ഞിട്ട് കാറിൽ വരുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ അസിസ്റ്റൻ്റ് ശരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ശരത്ത് വന്ന് വണ്ടി കയറി, ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ ശരത്ത് സാറേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ടെൻഷനായിരുന്നു സാറിന് ഈ ഇമോഷണൽ കരയണ സീനൊക്കെ സാറിന് ചെയ്യാൻ പറ്റുമെന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല സാധനം ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ ഇങ്ങനെ ഓക്കെ, അതായത് അവൻ്റെ ഉള്ളിലെ പേടിയാണ് പറഞ്ഞത്. ഈ പടനെ കൊണ്ട് വല്ല അഭിനയം മറ്റേ കരച്ചിലൊക്കെ ഇവൻ എങ്ങനെ ചെയ്യുമെന്നുള്ളത് അവന്റെ പാവം ജെനുവിന് പറഞ്ഞ അങ്ങനെ അവന്റെ ടെൻഷനാണ്. ഇങ്ങനെ കരയണൊക്കെ എന്താവും എന്തോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഇരുന്നിരുന്നത്. കണ്ടപ്പോ ഓക്കെ ആയി. അപ്പൊ ആ പറഞ്ഞ ആ ജെനുവിൻ സാധനമൊക്കെ അത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയത്. എല്ലാ ആർട്ടിസ്റ്റിനെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ. മറ്റൊരാൾ നമ്മൾ ഇന്ന പോർഷൻ അത് ഏറ്റവും നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കത് എന്തൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇല്ല. നിങ്ങൾ ഭയങ്കര സംസാരമായിരുന്നു. ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ആളിൽ നിന്ന് ഇപ്പൊ കുറെ കാര്യങ്ങൾ സെറ്റിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ഷൂട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം പുതിയതായിട്ട് എന്തെങ്കിലും ഇവർ രണ്ടുപേരെയോ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പഠിച്ചെടുത്തോ? അതായത് പൊതുവെ നീ എന്തെങ്കിലും ഞങ്ങളൊന്ന് പഠിച്ചെടുത്താന്ന്? അല്ല, ആളിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ഇവനിന്ന് പഠിച്ചെടുക്കാനോ? ഞാൻ ശരിക്കും ഇവൻ ഡബ് ചെയ്യുന്നത് കണ്ടിട്ട് ഞെട്ടിപ്പോയായിരുന്നു. കാരണം ഇവൻ 2ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. 2ര അല്ലടാ, സോറി 5ാം ക്ലാസ് ചെറുതാ. ഞാനൊക്കെ ആയാലും ഇപ്പൊ ഒരു 4 പടം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും പോയിട്ട് ഡബ് ചെയ്യാൻ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് പേടിയായി. ഈ ഇമോഷൻ എങ്ങനെ കൊണ്ടുവരണം, അയ്യോ ഇത് ചെയ്ത് ശരി. എന്നാലും ഒരു 2-3-4 ടേക്കൊക്കെ പോകും. ഇവൻ വന്ന് ഒരൊറ്റ ടേക്കിൽ അലറിക്കോ എന്ന് പറയുമ്പോൾ ഒരൊറ്റ അലർച്ച, ഓക്കെ. അങ്ങനെ ഇവൻ കരയുന്ന സീനൊക്കെ ആയാലും ഭയങ്കര നന്നായിട്ട് ഇവൻ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇതേപോലെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ്. സന്തോഷം സിനിമ ഡബ് ചെയ്യാൻ വേണ്ട സമയത്ത് പിള്ളേരാണല്ലോ കൂടുതൽ. അപ്പം എൻ്റെ ഉള്ളിൻ്റെ ചലഞ്ചും അല്ലെങ്കിൽ ഒരു ഡൗട്ടായിരുന്നു, ഈ പിള്ളേരെങ്ങനെ ഡബ് ചെയ്യിക്കും അയച്ചിട്ടേട്ടെ, പണി പാളുമല്ലോ എന്ന് വിചാരിച്ചിരിക്കും. കാരണം ഡയലോഗ് പറയാൻ നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ തെറ്റുന്നതും എഫേർട്ടും അറിയാം. ഈ പിള്ളേർ ഡബിന് വന്നിട്ട് മോനേടാ ഇതിങ്ങനെ പറയട്ടെന്ന് പറയും. അവരൊറ്റടി കാര്യം അവർക്ക് ഇത് ശരിയാകോ തെറ്റോ ഇല്ല, അവർക്ക് ആ സാധനം ഇല്ല. നമ്മളാണ് അയ്യോ ഈ ശബ്ദത്തിൽ പറഞ്ഞാൽ അത് ശരിയാവോ, അതേ കുറച്ച് ഹൈയിൽ പറയണം, അതേ കുറച്ചുകൂടെ താഴെ പറയണോ. ഇപ്പം ഒക്കെ ചെയ്യുമ്പോൾ ഏതിലും നമ്മൾ പിടിച്ചാലാണ് അവരുടെ ആ ക്യാരക്ടറിന് നമുക്ക് ആ ഒരു ടെൻഷനുണ്ട്. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല, അടിക്കാൻ പറഞ്ഞു, അവർ കൂവാൻ പറഞ്ഞു, അവർക്കൊന്നും ഒരു ടെൻഷനില്ല. ശരിയാവൂലെന്ന് അവർ ചിന്തിക്കുന്നു. അവരുടെ ഉള്ളിൽ പൊളിറ്റിക്സ് ഇല്ല. അവിടെ ഇപ്പൊ സുന്ദരിയായ ഒരു നടിയിരിക്കുന്നു, അവളുടെ മുമ്പിൽ ഞാനിത് പറയുമ്പോ ബോറായാൽ അവള് ശരിയാവോ, അല്ലെങ്കിൽ ആ ഇംപ്രസിങ് പരിപാടി അവർക്കില്ല. ഇവന് ചെയ്തിട്ടുള്ളതും ഇപ്പൊ നന്ദു ഇപ്പൊ പറയുമ്പോ ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കുക എന്ന് പറയുമ്പോ ഞാൻ ആലോചിക്കും ഇവൻ എങ്ങനെയായിരിക്കും അത് ചെയ്യാ. ദേഷ്യത്തിൽ നോക്കുന്നത് ഇവൻ കറക്റ്റാ സാധനം ചെയ്യും, ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കും. അതുപോലെ നമ്മുടെ സീരീസ് അവസാനിക്കുന്നത് ഇവന്റെ ഫേസിലാ. അപ്പൊ അതിന് വെച്ചൊരു ഒരു വിക്ടറിയാണ് അവിടെ, ഇവന്റെ ഒരു വിക്ടറിയാണ് അത്. ഞാൻ ഇവൻ എങ്ങനെ ചെയ്യാ ഒരു സാധനം, അതായത് ഒരു ആറ്റിറ്റ്യൂഡ് ലുക്കിൽ ഇവൻ എങ്ങനെയായിരിക്കും നോക്കുക. കറക്റ്റ് ആ സാധനം ഇവൻ ചെയ്തു. അത് എങ്ങനെ ഇതൊക്കെ ചെയ്യണേ പഠിപ്പിച്ചു കൊടുക്കും. പഠിപ്പിക്കാനൊന്നും ഇല്ല, അത് നമ്മൾ ആക്ട് ചെയ്യുന്ന പോലെ തന്നെ അവരുടെ ഉള്ളിലോ അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെയ്യാൻ പറഞ്ഞു അതങ്ങ് ചെയ്തു, അത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിലാണ് ടെൻഷൻ കൂടുതൽ. നമുക്കത് ഓഡിയൻസ് അതെങ്ങനെ എടുക്കും, അത് ആ കറക്റ്റിന് വീണില്ലെങ്കിൽ അത് മോശമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാര്യം ഞാൻ ഇവനിന്ന് അത് പറയാൻ പറ്റും. ഇവനിന്ന് പഠിച്ചൊരു കാര്യം ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ സാധാരണ പിള്ളേരെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സ്നാക്കോ സാധനങ്ങളോ എടുത്തു വെച്ചു, അവൻ ഓടി വന്നിട്ട് ചേട്ടാ എനിക്ക് ഒരെണ്ണം തന്നെ പറയും. അപ്പൊ അന്ന് നമ്മുടെ പിള്ളേര് ഇത് ചോദിക്കൂല. ഞാനപ്പ എന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇത് എടുത്തിങ്ങനെ വെച്ചിട്ട് ഇപ്പൊ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോ ഇവർക്ക്
ഇതൊക്കെ എന്ത് പിള്ളേരടത്. പക്ഷെ ഞാൻ അവനിന്ന് പഠിച്ചൊരു കാര്യം, അവൻ കറക്റ്റായിട്ട് ചോദിക്കും, അവൻ കറക്റ്റായിട്ട് കൂടും. ഇവനും അങ്ങനെ, ഇവന്റെ ചേട്ടനും അങ്ങനെ. അങ്ങനെ ഞാനത് ഇവരിന്ന് സത്യം അഡാപ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് ഇപ്പൊ നിന്റെ എടുത്ത് കഴിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഞാനിപ്പോ എനിക്ക് ആ മടി ഞാൻ മാറ്റി. എനിക്ക് എന്തെങ്കിലും കണ്ട് ഇഷ്ടം തോന്നിയ ഞാൻ ചോദിക്കും. അതെനിക്ക് ഇവരിൽ നിന്ന് കിട്ടിയൊരു സാധനം കേട്ടോ. അത് എന്താ വെച്ചാൽ നമ്മളെല്ലാരും ഒന്നിച്ചായിരിക്കും ഫുഡ് കഴിക്കുക. അപ്പൊ അമിതേട്ടന്റെ വേറെ തന്നെ പ്രോട്ടീൻ ഫുഡ്സ് ഒക്കെ ആയിരുന്നു. എന്താ പറയാ, മുട്ട പുഴുങ്ങിയത് പ്രോട്ടീൻ. ഞാനൊരു നേരം ഒരു 4-5 മുട്ട പുഴുങ്ങിയത്. വീട്ടിൽ നിന്ന് മാളു ചേച്ചി നല്ല ചിക്കൻ പല ടൈപ്പിലൊക്കെ ഉണ്ടാക്കി പുഴുങ്ങിയത് നല്ല ഫുഡാ. അവള് നല്ലോണം ഉണ്ടാക്കും. അപ്പൊ നല്ല ഫ്രൂട്ട്സ് ഒക്കെ മറ്റേ ഇതൊക്കെ Variety flavor ഉണ്ടാവും, ഒക്കെ കുക്കുംബർ chicken ക്യാരറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവന്മാര് നമ്മളെല്ലാരും അടുത്തടുത്ത്, ഇവര് നേരത്തെ ഫുഡ് കഴിച്ച് വന്നിരിക്കുന്നത്. അപ്പൊ ഇവന്മാര് ഞാൻ ഇത് എടുക്കുവാണേ. ഭയങ്കര നല്ല ക്വാളിറ്റി അത് ആക്ച്വലി. അത് കേൾക്കുമ്പോ നമുക്ക് ഈ ലോകത്ത് വേണ്ട കാര്യം ചോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാക്കാന്ന് പറഞ്ഞാണല്ലോ. ഇത്ര വർഷമായിട്ട് മറ്റേ എന്താ പറയാ മാട പോലെ വളർന്നിട്ട് ഞാൻ ഇവരുടെ അത് ഭയങ്കര വലിയ ക്വാളിറ്റിയാണത്. ഞാനിപ്പോ അത് ഇവരിൽ നിന്ന് സത്യം പറഞ്ഞ എടുത്തൊരു സാധനം തന്നെയാ. കണ്ടോ, ഹാപ്പി. നിങ്ങളിപ്പോ ഈ സീരീസിനെ കുറിച്ച് പറയുമ്പോഴേ പല കാര്യങ്ങളും ഇപ്പൊ പറയാൻ പറ്റാതായി. പക്ഷെ എങ്കിലും എനിക്ക് ഈ പ്രിവ്യൂ മിസ്സായി പോയല്ലോ എന്നാണ് ഞാൻ വിഷമിക്കുന്നത്. പക്ഷെ ഞാൻ കാത്തിരിക്കുകയാണ് ഈ സീരീസ് കാണാൻ വേണ്ടിട്ട്. ശരിക്കും കിട്ടും എന്തായാലും, എല്ലാരും കാണണം. സംഭവം അടിപൊളിയാണ്, അടിപൊളിയാണ്. അവരുടെ മുഖത്തുണ്ട് ആ ഒരു കോൺഫിഡൻസ്. ഇപ്പൊ ഒരു വലിയ വിജയമാവട്ടെ, ഇത് കണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ എന്ന് ഞാൻ വിഷയമാണ്. അപ്പൊ എല്ലാവിധ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ പടം റിലീസ് ആവും. അതെ. നമുക്ക് എല്ലാവരും 3 മാസം കൂടുമ്പോഴും അതെ നീ അതങ്ങോട്ട് ഉറപ്പിച്ചോ. അപ്പം എന്തായാലും ഒരു വലിയ വിജയമാവട്ടെ, ഇതുപോലെ തന്നെ സംഭവിക്കട്ടെ. അതെ അതെ അതെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.